പല അമ്മമാരും ചോദിക്കും കിടന്നിട്ട് പാല് കൊടുക്കാൻ പാടുണ്ടോ. കിടന്നിട്ട് പാല് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ മദർ പാതി ഉറക്കത്തിലായിരിക്കും. ആ സമയത്തൊക്കെ പാല് കൊടുക്കുമ്പോൾ തരിപ്പ് പോവാനും തന്മൂലം ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം കിടന്നിട്ട് പാല് കൊടുക്കുന്നത് ഒഴിവാക്കുക. പിന്നെ പല അമ്മമാരും ചോദിക്കും പേസിഫയർ യൂസ് ചെയ്യാൻ പറ്റുമോ, കുഞ്ഞ് ഒരുപാട് കരയുന്നു, ഫീഡ് കൊടുത്തിട്ടും കരയുന്നു, ആ സമയത്ത് പേസിഫയർ യൂസ് ചെയ്യാൻ പറ്റുമോ. പേസിഫയർ യൂസ് ചെയ്യാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറ് പേസിഫയർ യൂസ് ചെയ്യണ്ട എന്നാണ് പറയാറ്. കാരണം പേസിഫയർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിന് ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ നിപ്പിൾ കൺഫ്യൂഷൻ എന്ന സ്റ്റേറ്റിലോട്ട് പോവുക. നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസിഫയറും ബ്രസ്റ്റ് മിൽക്കും കൊടുക്കുന്ന സമയത്ത് ബേബി കൺഫ്യൂഷൻ ആയിരിക്കും. തന്മൂലം ബ്രസ്റ്റ് മിൽക്കിനോട് ബേബിക്ക് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അതാണ് നിപ്പിൾ കൺഫ്യൂഷൻ. അത് കാരണം പേസിഫയർ യൂസ് ചെയ്യേണ്ടെന്നേ പറയുള്ളൂ. പിന്നെ വർക്കിംഗ് മദറാണ്, 4 months കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്, വർക്കിംഗ് മദറിനാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ പേസിഫയർ യൂസ് ചെയ്യാം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്.